മീനുകൂടാ എന്തോ നമുക്കൊരു അമ്മൂമ്മ വന്നിട്ടുണ്ടേ. അമ്മമ്മയാ? കണ്ടില്ലേ? ഇല്ല. ജസ്റ്റ് തിരിഞ്ഞു നോക്കി, മുഖം കൈകൊണ്ട് മൂടിയിരിക്കുന്ന അമ്മൂമ്മ. അതെ, ഇവിടെ ഒരു കണ്ണുനീർ ഒന്നും ഇപ്പൊ മനസ്സിലായല്ലോ എനിക്ക് മനസ്സിലായി. ആരാണ് വരവ്? വരവ് നമ്മുടെ മെയിൻ ആളാണ്. എന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ചേട്ടനാണ് വരുന്നത്. ലെറ്റ്സ് വെൽക്കം നവനീത് ചേട്ടൻ ഓൺ സ്റ്റേജ്. ആരോമൽ ഉണ്ണിയോ? ഒന്നും തച്ചോളി ഒതേനോ? ഇത് ഇതാണ് മീനുട്ടി ചേച്ചിക്കുള്ള സർപ്രൈസ്. എനിക്കുള്ളയോ? ഞാൻ കണ്ടോട്ടെ ഒന്ന്. ഓക്കെ. അയ്യോടേ, അയ്യോ അയ്യോ, ഞാൻ കരയും കേട്ടോ. ലവ് യു ഫ്രം ഹാർട്ടോ. അതെ അതെ, നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട്. ഇതെന്താ ഇപ്പൊ ഇത്രയും സ്നേഹം കൂടാനൊരു കാരണം? കാണിച്ചരാം. ഇത് നോക്കി, ഇതിനൊരു പ്രത്യേകത ഉണ്ട്. എന്താന്നറിയോ? ഇത് ഫുൾ നവനീത് കുട്ടന്റെ പേര് വെച്ചിട്ടാണ് വരച്ചിരിക്കുന്നേ. ഇതില് ഫുൾ എംജെ സാർ. താങ്ക് യു. കൊള്ളാലോ, നല്ല രസമുണ്ടല്ലോ. ആരെ ക്രിയേറ്റ് ചെയ്തത് ഇത്? മൈ ഡാഡി. സംഭവമാണല്ലോ. സ്പെഷ്യലുണ്ട്, ഞാൻ ചെരുപ്പിട്ടിട്ടില്ല. അത് ഞാൻ ഞെട്ടിപ്പോയി. തന്നെ ഇങ്ങനെ ഒരു സർപ്രൈസ് ഞാൻ പ്രതീക്ഷിച്ചില്ല. വേഷം ഗുരുവായൂരിന് വന്നതാ ഇപ്പൊ. ഗുരുവായൂരിന്ന് വന്നാണോ? അപ്പൊ എനിക്ക് മനസ്സിലായി, ഗുരുവായൂരിന്ന് വന്നിട്ട് ഈ പാട്ടല്ലേ? കുട്ടിക്കേശവനെ കാണാനില്ല. കുട്ടിക്കേശവനാണ് കാണാനില്ല. ഗോകുലപാല ബാലക ഗോപികമാരുടെ കാമുക. ഓൾറെഡി അത് കഴിഞ്ഞ. ഇതാണ് ഉണ്ണിക്കണ്ണ നിന്നെ കണ്ടു ഗുരുവായൂർ നടയിൽ. അതോ ഇതാണോ രാധതൻ പ്രേമത്തോടാണോ? കൃഷ്ണ അതല്ല, അതുമല്ല. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന മഴമുകിലൊളി വർണ്ണൻ ഗോപാലകൃഷ്ണൻ. ഡി വെച്ചോ? ഡി വെച്ചോ? പാട്ടാണോ? ധീമാണ്. ധീ എന്ന് പറഞ്ഞൊരു പാട്ടുകാരുടെ പേരല്ലേ? കോമഡി ആദ്യം വരട്ടെ. ഈ ലോകത്തെ ഏറ്റവും വലിയ ആനയോ? ആര്? ഏഷ്യയിലെ ഏറ്റവും വലിയ ആന. അത് പണ്ട് ഗുരുവായൂർ കേശവനായിരുന്നു. അല്ല, ചെങ്ങല്ലൂർ രംഗനാഥൻ. ചെങ്ങല്ലൂർ രംഗനാഥനാണല്ലേ? ഓ, ഏഷ്യയിലെ ഏറ്റവും വലിയ ആന ആണോ? ഓ. പിന്നെ എല്ലാ ദിവസവും ആനോട്ടം മത്സരത്തിന് ഈ കേശവന്റെ പുറത്ത് കേറി ആരാ ഇരിക്കുന്നേ? ഗുരുവായൂരപ്പൻ. ശരിയായിരുന്നു. അതെ അതെ. പിന്നെ ഏറ്റവും അപ്പൊ പാട്ട് തരിക്കും. കേശാദിപാദം തൊഴുന്നേ. അവിടെ അതില് കേശവനുണ്ട്, അത് പറ്റൂല. അതല്ല. എന്നാ പിന്നെ പറ, ഏതാ പാട്ട്? സൗന്ദര്യമുള്ള ആന. സൗന്ദര്യമുള്ള ആനയോ? എല്ലാ ആനയും നല്ല കുഴിയാനാണോ? അല്ല, സൗന്ദര്യമുള്ള ആന. പറയട്ടെ, പറഞ്ഞോ. പാമ്പാടി രാജൻ. ഓ, പാമ്പാടി രാജനാ. ഇപ്പോഴത്തെ ഏറ്റവും വലിയ ദേഷ്യമുള്ള ആന. ദേഷ്യമുള്ള ആന ഗുരുവായൂരുണ്ടെന്നോ അല്ലേ? പറയട്ടെ. പടയപ്പ. അല്ല, രാമചന്ദ്രൻ. തെച്ചിക്കോട്ട് രാമചന്ദ്രൻ. ഭയങ്കര ദേഷ്യാണോ? അത് ദേഷ്യത്തെ എങ്ങനെ മനസ്സിലായി? നവനീത് ദേഷ്യം കാണിച്ചോ? ഞാൻ ഒന്നും ചെയ്തില്ല. പിന്നെ എങ്ങനെയാണ് ദേഷ്യം എന്ന് പറയണേ? എനിക്ക് പേടിയ ആനനെ. അപ്പൊ ആനക്കഥ പറഞ്ഞല്ലോ. ആനപ്പാട്ട് ഏതാ? പറയട്ടെ. ഞെട്ടൂല. എന്ന് പറഞ്ഞപ്പോ ഞെട്ടിപ്പോയി. കൊടുമല ഗണപതി ദീം തനക്ക കൊട്ടക്കൽ ഗണപതി ദീം തനക്ക ദീം തനക്ക. അതാണോ? അതല്ലേ? ഓ, അങ്ങനെ നവനീത് പൊളിക്കുമല്ലോ പാട്ട്. സൂപ്പർ പാട്ട്. അത് കലക്കുമല്ലോ. ഡീറ്റെയിൽസ് പറഞ്ഞില്ലല്ലോ. വർഷം 1977. റിലീക്സ് പി ഭാസ്കരൻ സാർ. മ്യൂസിക് ജി ദേവരാജൻ മാസ്റ്റർ. പാടിയത് പി ജയചന്ദ്രൻ സാർ, സിഒ ആൻഡോ സാർ, ജോളി എബ്രഹാം, ഫിലിം ഗുരുവായൂർ നവനീത് ഗുരുവായൂർ കേശവൻ. ഓക്കെ, പഠിക്കോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
താങ്ക് യു. വെരി ഗുഡ്. ഒരു പൂരം കഴിഞ്ഞ പറമ്പ് പോലെ ഉണ്ട് ഇപ്പൊ. ശരിക്കും പൊടി പൊടിച്ചു. അതെ. ശരിക്കും ആ വിസ്താരവും ആ വിഷ്വലും നവനീതോട്ടന്റെ പാട്ടും എല്ലാം അതെ. കൂടെ ആയപ്പോ ശരിക്കും പൂരം. താങ്ക് യു. നമുക്കൊന്ന് പൊരിക്കണ്ടേ? ആ ഇതിനേക്കാളും പൊരിക്കണ്ടേ? ആ റെഡിയാണോ? റെഡി. എല്ലാം റെഡിയല്ലേ? ഏയ്, ധീം തടക്ക കുടുമല ഗണപതി ധീം തടക്ക കോട്ടക്കൽ ഗണപതി ധീം തടക്ക കുടുമല ഗണപതി ധീം തടക്ക കോട്ടക്കൽ ഗണപതി തകുകു തകുകു തകു കുടുമല ഗണപതി ധിലികി ധിലികി ധിലി കോട്ടക്കൽ ഗണപതി തകുകു തകുകു തകു കുടുമല ഗണപതി ധിലികി ധിലികി ധിലി കോട്ടക്കൽ ഗണപതി കൂടുമാറും മയിലേ കുയിലേ കളികളിയോ ചോടുവെറ്റി ഇടതോ വലതോ കളികളിയോ 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 ധീം തടക്ക കുടുമല ഗണപതി ധീം തടക്ക കോട്ടക്കൽ ഗണപതി ധീം തടക്ക കുടുമല ഗണപതി ധീം തടക്ക കോട്ടക്കൽ ഗണപതി ധീം തടക്ക കുടുമല ഗണപതി ധീം തടക്ക ധീം തടക്ക ഏയ്. അവനതിന്റെ കൂടെ പിടിച്ചു നിൽക്കുന്നതൊക്കെ പക്ഷെ നല്ല ഉഷാറായി കട്ട ഇപ്പൊ. കട്ട. അതെ അതെ അതെ. നവനീതോട്ടൻ പൊരിച്ച്. അതെ, താങ്ക് യു. എനിക്ക് തോന്നുന്നു നവനീതോട്ടന്റെ ബെസ്റ്റ് ബെസ്റ്റ് പെർഫോമൻസ്. പെർഫോമൻസ്. അതെ, അതെ അതെ. താങ്ക് യു. ഇത് വരുന്നതിൽ ഏറ്റവും ബെസ്റ്റ്. ഇതുവരെയുള്ളത് ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ്. ബെസ്റ്റസ്റ്റ്. ആ താളം മാറ്റങ്ങളൊക്കെ എത്ര ഈസി ആയിട്ടാണല്ലേ. എല്ലാം ഈസി. നമ്മൾ ടോപ്പ് ബാൻഡിന്റെ അടുത്ത് പറയണത് ഏത് വായിക്കും? തക്കിട്ട് തക്ക് ദിമ്മി തക്കിട്ട് തക്ക്. അതൊക്കെ എന്ത് രസമായിട്ടാണ് നമ്മുടെ നവനീതൂട്ടം കൊണ്ടുവന്നത്. അതെ അതെ അതെ. എന്നിട്ട് അവൻ പൊങ്ങി പോവാ. അതെ ഞാനും ആലോചിക്കുന്നേ. അവനിങ്ങനെ അവന്റെ ശരീരം മൊത്തം ഉപയോഗിച്ചിട്ട് പാടുക, ഇങ്ങനെ കൈയും ഒരു സൈഡ് അതെ, വീശുന്നത്. ചോ, അതൊക്കെ തന്നാലെ വന്നതാണോ, പറഞ്ഞു തന്നെയാണോ ആരെങ്കിലും? ആരും പറഞ്ഞല്ല, ഞാനൊരു എല്ലാം- സ്റ്റെപ്പൊക്കെ പിന്നെ ഇടാൻ കൈയാണെങ്കിൽ ഇങ്ങനെ വടക്കോട്ടും തെക്കോട്ടും ഒക്കെ പോകുന്നുണ്ട്, പടിഞ്ഞാറോട്ടൊക്കെ പോകുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഒരു ചിരി ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു? ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ, പിന്നെ ആഹാ അങ്ങനെ ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നോ? ഒന്നും ഉണ്ടായിരുന്നു. കള്ളുകുടി സ്റ്റൈലുണ്ട്, മാപ്പിളപ്പാട്ട് സ്റ്റൈലുണ്ട്, എന്തൊക്കെ സ്റ്റൈലാണല്ലേ ഇതില് ഉള്ളത്. അല്ല അത് പെൺ വോയിസ് പാടില്ലല്ലോ. ആ അത് പെൺ വോയിസ് അല്ലല്ലേ പാടേണ്ടത്. ഞാൻ പെൺവോയിസിലല്ലേ പാടിയത്. അത് പെൺ അത് voice ആയിരുന്നു. മനസ്സിലായില്ലേ? അത് മൊത്തത്തില് അത് പെൺ voice അല്ലേ എന്ന്. ശരിക്കും പെൺ വോയിസിൽ പാട്. പഠിക്കോ പഠിക്കോ പഠിക്കോ. പഠിക്കോ പഠിക്കോ. നൂറ് നൂറ്. പിന്നെ മറ്റേ കുടിച്ചോണ്ട് പാടിയില്ലേ, കള്ളു കുടിച്ചില്ലേ? കള്ളുകുടിച്ച് പാടിയ പോലെ. ആശാനും ആ. പിന്നെന്താ പൊന്നാശ. പൊന്നാശാനെ. ആ. ആ. പൊന്നാശാനേ അതൊക്കെ പോകണ്ടോ? പിന്നെന്താണ്? ആനക്കൊലടിക്കന്റെ അതാണ് ആൻഡോ ചേട്ടൻ പഠിക്കുന്നത് അല്ലേ? അതെ, അതെ, അതെ. ഉഗ്രനായിരുന്നല്ലോ, ഉഗ്രൻ. നവനീതുട്ടാ, ശരിക്കൊരു ആഘോഷമായിരുന്നു ഇവിടെ. താങ്ക് യു. ആടി പൊളി എന്ന് പറഞ്ഞ പൊപ്പൊളി. താങ്ക് യു. മിടുക്കൻ. താങ്ക് യു. നല്ല ഉഗ്ര കോസ്റ്റ്യൂമും കറക്റ്റ് കോസ്റ്റ്യൂം. ഇതൊക്കെ മുടിയൊക്കെ കെട്ടിയത് കുടുമി. നല്ല രസമുണ്ട്. കുടുമി. യു ആർ ദ സ്റ്റാർ ഓഫ് ടുഡേ. താങ്ക് യു. നവനീത് കുട്ടാ, എന്തോ ഈ പാട്ട് ഇങ്ങനെ കേട്ടപ്പോ മധുവങ്കളുടെ കുട്ടിക്കാലം മധുവങ്കളുടെ ഓർമ്മ വന്നു. ഒരു അമ്മാവനുണ്ട് എനിക്കൊരു ജയമ്മാവൻ, ഏറ്റവും ഇളയ അമ്മാവനാ. അമ്മാവൻ ഇങ്ങനെ ടേബിളിൽ ഇങ്ങനെ ഡെസ്കിൽ ഇങ്ങനെ കൊട്ടിയിട്ട് ഈ താളം ഇങ്ങനെ കൊട്ടും. ധീം തതക്ക കൊടുമല ഗണപതി എന്ന് താളം കൊട്ടും, എന്നിട്ട് പാടും. ആ ഓർമ്മ വരെ കുട്ടിക്കാലത്ത്. യെസ്. അപ്പൊ അതിനുശേഷം കുറെ നാളെ റേഡിയോയിൽ കേട്ടു. പിന്നെ അതിനുശേഷം കുറെ നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ് ഞാൻ കേൾക്കുന്നത്. ഈ പാട്ട് നവനീത് കുട്ടൻ പാടുന്ന കേട്ടിട്ട് എനിക്ക് കൊതിയാവുന്നു. ആ അത്രയ്ക്ക് ഗംഭീരായി. താങ്ക് ആ യു. കാരണം ഇതുവരെ പാടിയതിൽ ഏറ്റവും ബെസ്റ്റ്, ഇതുവരെ ഉണ്ടായിരുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആണ് കേട്ടോ. അതിനുള്ള പിന്നില്ലേ? ആ ജൂലൈയില് വരുമ്പോ ഞാനൊരു സർപ്രൈസും കൊണ്ടായിരിക്കും വരുന്നത്. ആണോ? ജൂലൈയിലോ? ഇതെല്ലാം നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്താണെന്നറിയാ സർപ്രൈസ്? എന്താ എന്താ? ഷിറ്റ്സു. ഷിറ്റ്സുവാ? ഷിറ്റ്സു. ഓ അത് ശരി. മേടിക്കുവോ? ഓ ആണോ? വാങ്ങിക്കുകയാണോ? മഴ കഴിഞ്ഞിട്ടേ വാങ്ങിക്കുള്ളൂ, അതുകൊണ്ടാണോ? അതെന്താ ഈ ജൂലൈയുടെ കണക്ക്? അതെ. അല്ല, അതിന്റെ അമ്മ ഇപ്പൊ പ്രഗ്നന്റ്. ജൂലൈയില് അതിനെ വാങ്ങിക്കും. അതിന്റെ അമ്മ ഇപ്പൊ പ്രഗ്നന്റ് ആയിരിക്കും. അതുണ്ടാവുന്നതേ ഉള്ളൂ. ഉണ്ടാവുന്നുള്ളത്. വാങ്ങിച്ചിട്ട് ഞങ്ങൾ അതിനെ വളർത്തും, പാല് കൊടുക്കും, എല്ലാം ചെയ്യും. സീറ്റ് food ബെൽറ്റ് ഒക്കെ ഇട്ട് കൊടുക്കും. എന്നിട്ട് Seat belt ഇട്ട് Seat belt. കൊടുക്കുമെന്ന്. ഓ, okay, okay. കഴുത്തില്ല, അതിന്റെ കൈ കഴുത്തിൽ. ഇങ്ങനെ ഇട്ടിട്ട്. പിന്നെ ബാസ്ക്കറ്റും അതിനെ കൊണ്ടുപോകാനുള്ള പെട്ടി വാങ്ങിക്കുവോ? ആ നവനീതൂട്ടാ, ഏ? നമ്മുടെ കമ്മണി ഭയങ്കര ഇഷ്ടം എന്നല്ലേ നീ പറഞ്ഞേ? ആ. നീ പ്രപ്പോസ് ചെയ്തല്ലേ? പ്രപ്പോസ് ചെയ്തോ? പ്രപ്പോസ് ചെയ്തോ? അതെങ്ങനെയാടാ എപ്പോ? ചെയ്തത്?
വലിയ വെച്ച്. ആണോ? എന്താ പറഞ്ഞ എങ്ങനെയാ പറഞ്ഞ എങ്ങനെയാ പറഞ്ഞെന്ന്? എടി ഞാൻ നിന്നെ കല്യാണം കഴിച്ചോട്ടെ. അതിന്റെ പിറ്റേ ദിവസം വന്നപ്പോ അവളുടെ അമ്മയുടെ പൊക്കത്ത് കയറി ഇരിക്കുവായിരുന്നു. കമ്മണി വേണ്ടാന്ന് പറഞ്ഞു. വേണ്ടെന്ന് പറഞ്ഞു. ഒന്ന് വാ കമ്മണി കുട്ടി. ബെസ്റ്റി ആയിട്ട് ജീവിച്ചോട്ടെ. നല്ലൊരു ഗൗസമിയാണ്. നല്ലൊരു ഭാവസ്വാമിയാണ്. ഞാനൊരു കാര്യം പറയാം, ഇപ്പൊ മധുരമഴ കൊടുത്തിട്ട് നമുക്ക് വിടാം. പോരട്ടെ, അങ്ങനെ ഒരു മധുരമഴ നവനീത് ഉരുട്ടലും നമ്മുടെ കമ്പനി. ചെല്ലു രണ്ടുപേരും എടുത്തോ പോയി എടുത്ത കേട്ടോ. കമ്മണിക്കൂട്ടാ ചേട്ടാ ബൈ.